അടുത്ത ഗാനം ആരംഭിക്കുന്നത് ഇവിടെ ആദർശാണ്. ചതുരൂർ ഗായക സംഘത്തിന്റെ ഇവിടെ വന്നിട്ടുള്ള വിശിഷ്ട അതിഥികൾക്കും അതുപോലെ തന്നെ ഈ പരിപാടി കാണാനും കേൾക്കാനും വേണ്ടി വന്നിട്ടുള്ള നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം. അപ്പൊ ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉദ്ഘാടകനായ മഴവിൽ മനോഹരയുടെ പ്രോഗ്രാം നമ്മുടെ മലയാളത്തിന്റെ ഇക്കാലത്തെ എനിക്ക് ഡയറക്ടർ സിദ്ദീഖ് സാറിന്റെയും അതുപോലെ തന്നെ ഹരിശ്രേഷ്ഠന്റെയും കൂടെ അദ്ദേഹത്തിന്റെ അനിയൻ നവാസ് കെയുമായി ചേർന്ന് അവതരിപ്പിച്ച ഒരു പ്രോഗ്രാം, ഒരു സദസ്സിനെ ഇതുവരെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ഒരാള് വളരെയധികം ബുദ്ധിമുട്ടോടുകൂടി കൊല്ലം വർഷം എന്നൊക്കെ പറഞ്ഞിട്ട് അവതരിച്ചൊരു പരിപാടി യാദൃശ്ചികമായിട്ട് ഓർമ്മയിൽ വന്നതാണ്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടില്ലായിരിക്കും വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഇനി കാണാം, കാരണം ഫേസ്ബുക്കിൽ തന്നെ ക്ലിപ്പിംഗ് നടക്കുന്നുണ്ട്. ഈ പ്രോഗ്രാമിന്റെ പ്രചരണാർത്ഥം നോട്ടീസ് കൊടുക്കാൻ സമീപിച്ച സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫിറോസ്ക MBA ഫിറോസ്കയുടെ മകൻ അഹദ് നോട്ടീസ് വാങ്ങിയിട്ട് അഹദ് മറിച്ച് നോക്കിയിട്ട് അഹദിന് 5 വയസ്സ് പ്രായമായിട്ടുണ്ടോ എനിക്ക് സംശയമാണ്. 5 വയസ്സായിട്ടുള്ള സാധ്യതയല്ല. നോക്കിയിട്ട് പറഞ്ഞു, ഉപ്പ അതില് കോയ വരുന്നുണ്ടോ, കോയ അഭിനയിക്കാനാണോ വരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഇത്രയും ചെറിയൊരു കുട്ടി, ഏതാണ്ട് 4 വയസ്സ് പ്രായമുള്ള കുട്ടി, ഇവിടെ ഈ സ്കൂളിൽ തന്നെയാണ് അത് പഠിക്കുന്നത്. പേരിൽ അറിയപ്പെടുന്നത് ആ പേരിലല്ല, കോയ എന്നുള്ള പേരിലാണ് അറിയുന്നത്. ഇത്രയും ചെറിയൊരു കുട്ടി പോലും അത്ര ഇതില് പറയുമ്പോ നിയാസയും അതുപോലെ തന്നെ മലയാളം ടീമും നമ്മുടെ ജനങ്ങൾക്ക് ഇടയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇമ്പാക്ട് എത്രമാത്രം വലുതാണെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നതാണ്. എന്ത് തന്നെയായാലും ഇങ്ങനെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വിജയേട്ടൻ നിയാസിനെ സമീപിച്ചു ഇതിനെ വരണം എന്ന് പറഞ്ഞപ്പോ യാതൊരു മടിയും കൂടാതെ കൂടി ഒരു കാര്യം മാത്രമേ നിയാസിനെ ചോദിച്ചിട്ടുള്ളൂ എന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. ഡേറ്റ് എന്നാണ്, അല്ലേ ചേട്ടാണ്? ഡേറ്റിന്റെ കാര്യം മാത്രമേ നിയാസിനെ ചോദിച്ചിട്ടുള്ളൂ. മറ്റുള്ള യാതൊരു ബുദ്ധിമുട്ടും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഡേറ്റ് ചോദിക്കേണ്ട കാരണം അദ്ദേഹം ഒരുപാട് തിരക്കുള്ള കാണാമെന്നുള്ള പേരിലാണ് നോക്കുന്നത്. അപ്പോ തീർച്ചയായിട്ടും അദ്ദേഹം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വരുന്നതിലും ചാർട്ടുകൾ വായിക്കുന്ന സമയത്തിന് അദ്ദേഹത്തെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഒരുപാട് ആഹ്ലാദത്തോടെ അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ. അടുത്തതായി നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ മുഖ്യ അതിഥിയായിട്ടുള്ള ശിവരാമേട്ടൻ ശരി. അദ്ദേഹത്തെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യങ്ങളൊന്നും തോന്നുന്നില്ല, കാരണം നമുക്ക് എല്ലാവർക്കും പരിചിതനാകാം. നമ്മുടെ എല്ലാ നാട്ടുകാരും പറയുന്ന ശിവരാമേട്ടൻ ഞങ്ങളുടെ ഈ ഗ്രൂപ്പിന്റെ നട്ടെല്ലാണെന്ന് ഞാൻ പറയും. കാരണം ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കപ്പെടുകയായിരുന്നു ശിവരാമേട്ടനല്ലേ. കാരണം ഞങ്ങളെ റിഹേഴ്സൽ എപ്പോ നടത്തുന്നു പറഞ്ഞാലും അദ്ദേഹം ശിവരാമേട്ടൻ 4 മണിക്ക് റിഹേഴ്സൽ പറഞ്ഞാൽ അദ്ദേഹം 3 റെഡിയാവും. ഞങ്ങൾ ചിലപ്പോൾ 4-5 മണിക്കൊക്കെ ചെല്ലാറുണ്ട്. പക്ഷെ അതിന് മുന്നേ അദ്ദേഹം വന്നിരുന്ന് ഞങ്ങളെ പാട്ടുകളെല്ലാം കേൾക്കും, കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ചെയ്തുവരും. അങ്ങനെ ഞങ്ങളെ ഒരുപാട് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് ശിവരാമേട്ടൻ. തീർച്ചയായിട്ടും ഈ പ്രോഗ്രാമിന്റെ വിശിഷ്ടാതിഥിയായിട്ട് ശിവരാമേട്ടനെ തെരഞ്ഞെടുത്ത് അതിൽ ഞങ്ങൾക്ക് ഒത്തിരി ആളാളുണ്ട്. ശിവരാമേട്ടൻ തീർച്ചയായിട്ടും അവിടെ കൂടി ഇതിനെയാണ് ഉൾപ്പെടുത്തിയിട്ട് ഓരോരുത്തരും മേലായിട്ട് വിളിക്കാം. ശ്രീമതി രജനി മുരളി, ശ്രീമതി നളിനി പട്ടാമ്പി, ശ്രീമതി ഗീത തിച്ചൂർ,
ശ്രീമതി ലളിത വാടാനംകുറിശി. പിന്നെ ഒരാളുള്ളത് ഏതാണ്ട് എത്ര വയസ്സായിട്ടുണ്ടാവും? 80 വയസ്സോ മറ്റുമായിരിക്കും. ശ്രീമതി കുമാരി നിച്ചു. വിട്ടുപോലും ക്ഷമിക്കാതെ പെട്ടെന്ന് പോയതാണ്. ഇനി ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞാലും അവിടെ മുഖ്യമായ കുറിച്ചാണ്. ഏതാണ്ട് 80 വയസ്സൊക്കെ ആയിട്ടുണ്ടായിരിക്കുന്നു. 87 വയസ്സായിട്ടുണ്ട്. പക്ഷെ ടീച്ചറെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യണം. ടീച്ചർ വന്നിട്ടുണ്ടോ? എത്തിയിട്ടില്ല. ടീച്ചർ എത്തിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ PTA പ്രസിഡന്റായിട്ടുള്ള സലാമൊക്കെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സലാമൊക്കെ വന്നിട്ടുണ്ടായിരിക്കില്ല അല്ലേ? എത്തിയിട്ടില്ല. അടുത്തതായി നമ്മുടെ MTA പ്രസിഡന്റ് നമ്മുടെ മഹാലക്ഷ്മി, ശ്രീമതി മഹാലക്ഷ്മി, ദീപ ചേച്ചി എന്നാണ് ഞാൻ വിളിക്കുന്നത്. മഹാലക്ഷ്മി അവരെ ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പൊ വിശിഷ്ടാതിഥികൾക്ക് എല്ലാവർക്കും നമ്മുടെ വാർഡ് മെമ്പർ പ്രേമ ചേച്ചിയുടെ കാര്യങ്ങളിലൂടെ പോയി വാർഡ് മെമ്പറായിട്ടുള്ള പ്രേമ സുബ്രഹ്മണ്യം അവരെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ കാണാനും ഞങ്ങളെ കേൾക്കാനും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഞങ്ങളുടെ ഈ സംഘത്തെ, ഈ ഗായക സംഘത്തെ ഇങ്ങനെ നിലനിർത്തുന്ന ചില ആളുകൾ മുന്നിൽ തന്നെ വന്നിരിക്കുന്നുണ്ട്. മുരളിയേട്ടൻ പറയാതെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. മുരളിയേട്ടൻ, സ്മിത ചേച്ചി, മുരളിയേട്ടന്റെ അമ്മ, സ്മിത ചേച്ചിയുടെ അമ്മ, മുരളിയേട്ടന്റെ ഏട്ടന്മാര്, അവരുടെ വീട്ടിലാണ് ഞങ്ങൾ ഹെൽസും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അപ്പോ അവര് ഞങ്ങൾക്ക് തരുന്ന പിന്തുണ, പ്രോത്സാഹനം, അത് ഇവിടെ പറയാതെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നന്ദികേടായി പോകും. ഇന്നലെ എനിക്ക് ചെറുതായിട്ടൊരു തലവേദന പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഗ്രൂപ്പിലിട്ടിരുന്ന ഒരു സംഭവമുണ്ട്. എല്ലാവരും ഇത് നാളേക്ക് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇന്ന് രാവിലെ സ്മിതേച്ചിനെ വിളിച്ചു, ചോദിച്ചു എങ്ങനെയുണ്ട്, പനിയൊക്കെ മാറിയില്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ ഒക്കെ ചോദിച്ചു. വളരെ അത് കേൾക്കുന്നവർക്ക് ഒരു പക്ഷേ ചെറിയൊരു കാര്യമായിരിക്കാമെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. കാരണം അതാ ഞാൻ പറഞ്ഞു, അവർ തരുന്ന ഒരു പിന്തുണ അത് വളരെ 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 വലുതാണ്. എന്നാലും സ്മിതേച്ചി കുറെ ചായ ഉണ്ടാക്കി കൊടുത്തരും, ഞങ്ങൾക്ക് കുറെ ബേക്കറി സാധനങ്ങൾ തരും. അപ്പൊ അത് കാരണം ഒരു മടിയതി കാണിക്കാതെ ഞങ്ങൾ എപ്പോ ചെന്നാലും ഒരു സന്തോഷം. ചെല്ലാതിരുന്നാൽ മാത്രമേ. ഇപ്പൊ മുരളിയേട്ടന്റെ അമ്മയൊക്കെ ചോദിക്കും, പോരുമ്പോ പോവാണെന്ന് പറഞ്ഞാൽ ഒന്നും വരില്ല അല്ലേ, ഇനിയിപ്പോ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലേ വരുള്ളൂ എന്ന് ചോദിക്കും. അപ്പൊ അവർക്ക് ചെല്ലാതിരുന്നാൽ മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പൊ ചെല്ലുക എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങളെ പിന്തുണച്ചതിന് അവർക്ക് സ്വാഗതത്തിന്റെ ഒരു നന്ദി പറയാണ്. അതോടൊപ്പം ഈ പ്രോഗ്രാം അധ്യക്ഷ സ്ഥാനത്തേക്ക് വിജയേട്ടനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങള് ഈ പരിപാടി നിശ്ചയിക്കുമ്പോൾ മഴ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ പ്രകൃതി നമുക്ക് കനിഞ്ഞ് തന്നിട്ടുണ്ട്. പക്ഷെ ആൾക്കാർ വരരുത് എന്ന് പറഞ്ഞിട്ടില്ല, വരണം എന്നാ പറഞ്ഞത്. അവരാണ് കുറഞ്ഞത്, മഴ വന്നിട്ടുമില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഈ പരിപാടി അതിമനോഹരമാക്കണം. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായവും സഹകരണവും ഉണ്ടാവണം ഈ പ്രോഗ്രാം കഴിയുന്നത് വരെ. വേറൊന്നും കൂടുതലൊന്നും പറയുന്നില്ല. അധ്യക്ഷ പ്രസംഗം ചെയ്തിട്ട് ബുദ്ധിമുട്ടിക്കുന്നുമില്ല. നമ്മളൊക്കെ പ്രോഗ്രാം കാണാനും നിയാസ് ഭായിയുടെ പ്രസംഗം കേൾക്കാനും നിയാസ് ഭായിയുടെ
രണ്ട് എന്തെങ്കിലും എന്താണ് ചെയ്യുക. ടെലിവിഷൻ രംഗങ്ങളിലും ശോഭിച്ചു. മാള അരവിന്ദന്റെ വള്ളുവനാടൻ തിയേറ്റേഴ്സിൽ വിജയേട്ടനോടൊപ്പം അഭിനയിച്ച് വെങ്കലം എന്ന സിനിമയിലൂടെ ആരംഭിച്ച് ചമയം, ഗ്രാമഫോൺ, ഓർഡിനറി, റൺ ബേബി റൺ തുടങ്ങി 50ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. മഴവിൽ മനോരമയിൽ മറിമായം എന്ന കോമഡി സീരിയലിലെ കോയ, ശീതളൻ എന്നീ വേഷങ്ങളിലൂടെ നിയാസ് കുടുംബ പ്രേക്ഷകർക്കിടയിൽ പ്രശസ്തനായി. ബഹുമാന്യനായ നിയാസ് ബക്കറിനെ ഈ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വിനയത്തോടെ ക്ഷണിക്കുന്നു. ഒന്നുമില്ല, ഒറ്റ കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പോ മറ്റൊരു ജ്യേഷ്ഠനും കൂടി ഇവിടെ വേദിയിലുണ്ട്, ശിവരാമേട്ടൻ. ഒരുപാട് നാളുകൾക്ക് മുമ്പ് മാളാരവിന്ദന്റെ കോടി ജന്മങ്ങളായി എന്ന നാടകത്തില് 1-2 വർഷക്കാലം ഒരുമിച്ച് വേദി പങ്കിട്ട എൻ്റെ അമ്മയുടെ വേഷമൊക്കെ ചെയ്തില്ല ലളിത ചേച്ചി എന്നൊക്കെയാണ് പറയണത്. വെറുതെ പറയാണ്. എന്നെ മോനെ ഞാൻ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഒരു 10-60 വയസ്സ് പെട്ടെന്ന് കൂടിയോ. അപ്പൊ എനിക്ക് 52 വയസ്സായി. ഞാൻ ചോദിച്ചപ്പോ എത്രയും പ്രായം? അപ്പൊ 53 ആയിട്ടുള്ളൂ. അതുപോലെ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഏറ്റവും സ്നേഹം നിറഞ്ഞ ചാത്തന്നൂരിലെ പ്രിയ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വേദിയിൽ അതേപോലെ മറ്റൊരു കലാകാരി ഇരിക്കുന്നിട്ടാ ഗോപിയേട്ടൻ അവിടെ വിളിച്ചിരിക്കുകയാണ്. ഞങ്ങള് ഒരുപാട് കാലം മുമ്പുള്ള പരിചയക്കാരാണ്. അങ്ങനെ എനിക്ക് ചാത്തന്നൂരുമായിട്ടുള്ളൊരു ബന്ധം, ചാത്തന്നൂർ മാത്രം, ചാത്തന്നൂർ വാഴഞ്ഞോളൊക്കെ 10-25 വർഷങ്ങൾക്ക് മുൻപ് ഉള്ള പരിചയമാണ്. ഇപ്പോ ഇവിടെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച എല്ലാ മേലങ്കിയുമുള്ള ഈ മഹാനടൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചപ്പോ എനിക്ക് സത്യത്തില് ഒരു 25 വർഷം മുമ്പ് നാടകത്തിന്റെ ഭാഗം. അപ്പൊ അത് നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന പാട്ട് തന്നെയല്ല. അപ്പൊ ഞാൻ നന്നായിട്ട് നല്ല സുന്ദരമായിട്ട് ഞാൻ പഠിക്കാം. പാട്ട് പാടാൻ അറിയില്ല എന്നുള്ളൂ കേട്ടോ. പാട്ടിനെ കുറിച്ചൊക്കെ എനിക്ക് കൃത്യമായിട്ട് ഇങ്ങനെയുള്ള ആളുകൾ എന്റെ കൂടെ ഉണ്ടായിരുന്നോണ്ട് എനിക്കറിയാം. ശിവരാമേട്ടനൊക്കെ ഞാൻ ഇനി പാടരുത് എന്ന് വിചാരിച്ചതിന്റെ കാര്യം തന്നെ ഈ ശിവരാമേട്ടനൊക്കെയാണ്. കാരണം എന്താ അറിയോ, ഞാൻ മര്യാദക്കൊക്കെ കുഴപ്പമില്ലാണ്ട് പാടിയിരുന്ന ഒരാളാ. എന്നെ ഞാൻ തുടങ്ങാനായിട്ട് മുമ്പ് അവിടെ അതല്ലാന്ന്, അവിടെ ഇങ്ങനല്ല, എങ്ങനല്ലാന്ന് എവിടേക്കാ പോണേ, സംഗീതാണ് എവിടേക്കാ, അത് വേർപിച്ച പോണേ, അതൊക്കെ സംഗീതാണ് അത്രേ. ഇതിപ്പോ നമുക്കറിയണ്ടേ. അങ്ങനെ തൊട്ട് അതിന്റെ ഭാവം, ലയം, പിന്നെ കണക്കും, ഒരു മാത്രയിൽ ഇത്ര അക്ഷരങ്ങൾ കടന്നു പോണമെന്നൊക്കെ ആരോടെ ഈ പറയുന്നത്? നമുക്കിത് വലുത് മനസ്സിലാവണ്ടേ? ഇത് സാരിക. അപ്പൊ ഒരു മാത്രയിൽ 2 അക്ഷരങ്ങൾ പോകണം, ഒരു മാത്രയിൽ 4 അക്ഷരങ്ങൾ പോകണം. നോക്കിയപ്പോ ഇത് സ്കൂളിലെ കണക്ക് പറ്റാണ്ടാണ് ഞാൻ അവിടുന്ന് ഒരു കണക്കിന് ഓടി ഇറങ്ങി പുറത്തേക്ക് പോകുന്നത്. നോക്കിയപ്പോ ഇവിടെ അതിലും വലിയ കണക്ക് മാത്രല്ല, ആ കണക്ക് കറക്റ്റാകും വേണം. എന്നിട്ട് നമ്മുടെ ഭാവം ലയൊക്കെ കറക്റ്റ് ആവണത്ര. ഞാൻ പാടുന്നില്ല എന്ന് പറഞ്ഞു. അതോടുകൂടെ പരിപാടി നിർത്തി. പാട്ട് ജീവിതത്തിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് മാറി നിന്നൊരാളാണ്. എന്നാലും ഇവരൊക്കെ ഇല്ലാത്ത സമയത്തൊക്കെ എവിടെയെങ്കിലൊക്കെ സൂത്രത്തിൽ എന്നെ സ്കൂളുകളിലൊക്കെ വിളിക്കും ഉദ്ഘാടന പരിപാടിക്കൊക്കെ. അപ്പൊ കുട്ടികളെ പറ്റിക്കാനായിട്ട് അവർക്ക് ഇതൊന്നും അറിയില്ല, ചെറിയ കുട്ടികളാണ്. അപ്പൊ അവരുടെ മുമ്പിൽ 1-2 പാട്ടൊക്കെ പാടിക്കാൻ തടയപ്പോ നന്നായിട്ട് എന്നൊക്കെ പറയും. അവർക്ക് കുഴപ്പമില്ല, ഈ അറിയണവർക്കാ പ്രശ്നം. ഇവര് മുമ്പിൽ പാടി പോകരുത്. അപ്പൊ അങ്ങനെ ഉള്ളൊരു ഗായകനാണ്. പിന്നെ എനിക്ക് ദേഷ്യമുള്ള ഒരാള് ഞാൻ ഇവിടെ വന്നപ്പോ, എനിക്ക് ആകെ അറിയണ ഒരു നല്ല പാട്ടാണത്.
ഞാൻ എല്ലായിടത്തും കയറി, കാരണം ഒരു നല്ലൊരു മതസൗഹാർദ്ദമൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു പാട്ടാണ്. ആ പാട്ടില്ലേ നമ്മുടെ ഇപ്പൊ ഇവിടെ കുറി വരച്ചാലും ഞാനത് ഇവിടെ വന്നിരുന്നപ്പോ തന്നെ ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചു കുറി വരച്ചാലും പാടാം, അത് കുഴപ്പമില്ല. അതിങ്ങനെ ഞാൻ മനസ്സിൽ കണക്കാ, അയാളെ ഞാൻ കണ്ടല്ലോ എവിടെ. എന്നാ അത് ഇത്തിരി മോശമായിട്ട് പാടി വെച്ചാൽ ഞാൻ രണ്ടാമതിക്ക് പാടായിരുന്നു. അയാള് പാടിയത് അല്ല കേട്ടോ, ഞാൻ വേണമെങ്കിൽ അതൊന്ന് നന്നാക്കി പാടി തരാന്ന് പറഞ്ഞിട്ട് നമുക്കതൊന്നും പാടാം. അത് നന്നായി പാടുകയും ചെയ്തു അയാളവിടെ. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, രജനി, അതുപോലെ ഒരുപാട് മ്യൂസിക്കുകളുണ്ട്, നളിനി പട്ടാമ്പി, കുമാരി, ഗീത, ഇതെനിക്ക് പേരറിയാം. ഇവരൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരു കാലഘട്ടത്തിൽ കലാരംഗത്ത് വന്നവരാണ്. അപ്പോൾ വളരെ സന്തോഷം, ഇങ്ങനൊരു വേദി പങ്കിടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. പിന്നെ ഒരുപാട് പരിപാടികളോട് നടത്താനുള്ളതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. എന്നെ ക്ഷണിക്കേണ്ട കാര്യമില്ല, എന്നാലും ഈ പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഈ വേദിയിലുള്ള ഒരുപാട് ആളുകൾ, സദസ്സിൽ ഒരുപാട് കലാകാരികളുണ്ട്. അവർക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഉണ്ണിയേട്ടന്മാർ രണ്ടാമത്, അതുപോലെ ഗോകുലം, പാലഞ്ചേരി, വിജയൻ സാറ്, ചന്ദ്രൻ മാഷ്, പേരിട്ട് പറയുന്ന എല്ലാ ആളുകളും പ്രത്യേകം ഇങ്ങോട്ട് വന്നതിനും ഈ പരിപാടി കാണാൻ വന്ന എല്ലാവരോടും നന്ദി പറയുന്നു. നമസ്കാരം. ഇടനെഞ്ചിൽ പാട്ടുള്ള മൂലോക പെരുവാണൻ തുടികൊട്ടി പാടുന്നേൻ പുഴമലയാളം. നിളയമ്മേ കിളിയമ്മേ തുയിലുണരേണം, പുഴപെറ്റ നിലാപെണ്ണേ തുയിലുണരേണം. ഇടനെഞ്ചിൽ പാട്ടുള്ള മൂലോക പെരുവാണൻ തുടികൊട്ടി പാടുന്നേൻ പുഴമലയാളം. കരിമണ്ണിലുയിർക്കുന്നേനുദയപ്പാട്ട്, അടിയാരുടെ ദുരിതത്തിൻ വിശിഷ്ട വ്യക്തികൾ, സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം പറയണ. ആദ്യം ഇങ്ങനൊരു വേദി, ഈ ഗായക സംഘത്തിന്റെ വാർഷികോത്സവം ഇങ്ങനെ കുറെ വർഷമായി തുടങ്ങിയിട്ടെങ്കിലും അവരാഘോഷിക്കുന്ന ഈ വേളയിൽ മെയ് 26 ഇങ്ങനൊരു സംഭവമുണ്ട്. ആർട്ടിസ്റ്റിനെ, നാടകക്കാരെ ആദരിക്കുന്നൊരു ചടങ്ങുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ എനിക്ക് നറുക്ക് വീണെന്ന് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ അമേച്ചർ നാടകത്തിൽ കൂടിയാണ് ഞാൻ പ്രൊഫഷണൽ നാടകത്തിലേക്ക് വന്നത്. യാരുടെ ദുരിതത്തിൻ കണ്ണീർ പാട്ട്, ഉയിരിന്മേൽ തുടികെട്ടി നാടോടി പെരുമഴയിൽ ഇളനീർ തെളി മലയാളം പുലരിപ്പാട്ട്, പുലരിപ്പാട്ട്. പടിവാതിലടച്ചിട്ടോരുടയോന്മാരെ, പ്രളയപ്പാട്ടൊഴുകി വരും പടികൾ തുറക്കും. അടിമയ്ക്കും ഉടമയ്ക്കും തൊഴിലുണരാനായി അഴകോടെ പാടുന്നേൻ പഴമപ്പാണൻ, പഴമപ്പാണൻ. പെരുമലയൻ മുക്കണ്ണനൊയിരുണരാനായി പിണി തീർത്തേനിടനെഞ്ചിൽ പിടയും താളം. കിളികൾക്കും മനുജർക്കും അക്ഷരമുണരാൻ പാട്ടിനൊരു കാവുണ്ടേ വള്ളുവനാട്ടിൽ, വള്ളുവനാട്ടിൽ. ഇടനെഞ്ചിൽ പാട്ടുള്ള
മൂലോക പെരുമാണം മണിയമ്മായി വിജയേട്ടനെ കുട്ടി പാടുന്നേൻ പുഴമ വിജയേട്ട അവർക്ക് നമ്മളോട് സംസാരിക്കാൻ ആ മൈക്കൊന്ന് കയ്യിലേക്ക് എടുത്തു കൊടുക്കായിരുന്നു. അബ്ബാസ് കോഡ്ലെസ് മൈക്കൊന്ന് വേണ്ട, ശരി, കേബിൾ മൈക്ക് അവരുടെ കയ്യിലേക്ക് കൊടുത്താൽ മതി. ഇത് കാണാൻ എനിക്ക് നല്ല സന്തോഷമാണ്. കുഞ്ഞിന് ആദ്യം മുതൽ എന്നതിൻ്റെ ശേഷം ഞാൻ ഏത് പരിപാടി എവിടെ എന്താ ഇവർക്ക് വേണ്ടി ഏത് സ്കൂളിൽ ഏത് വാഹനങ്ങളുണ്ടോ എവിടെ ഞാൻ പോയി കാണും. എനിക്കത് കാണാനായിട്ട് എനിക്ക് ആദരിക്കും എന്നുള്ള ഉദ്ദേശമല്ല എനിക്ക് ആദരിക്കണം, കാണണം എന്നുള്ള സന്തോഷം അതല്ല എനിക്ക് ഇഷ്ടം. എനിക്ക് എല്ലാവരെയും ഒത്ത് കണ്ട് ആ പരിപാടികൾ എങ്ങനെ ഉണ്ടെന്ന് കാണണം എന്നുള്ള ഉദ്ദേശം എനിക്കുള്ളൂ. അത് കാണാൻ ഇത് പങ്കെടുക്കാനും വന്ന് എത്തി എല്ലാവരും കാണാൻ. എല്ലാ വർഷവും നൽകുന്ന സംഗീത പ്രതിഭ പുരസ്കാരത്തിന് ആദ്യ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ശിവരാമൻ നാഗശ്ശേരിയാണ്. അദ്ദേഹത്തിന് പുരസ്കാരം നൽകുന്നത് ഡോക്ടർ TG വിജയകുമാർ സാറാണ്. ഈ നാടിന്റെ ഗുരുനാഥനായ ഡോക്ടർ TG വിജയകുമാർ സാറിനെ അതിനായി ക്ഷണിക്കുന്നു. ഇന്നത്തെ അധ്യക്ഷൻ എൻ്റെ പ്രിയ സുഹൃത്തും നാടക നടനും സിനിമാ കലാകാരനും മറ്റൊരു Audio Jungle.